യുദ്ധമുഖത്ത് റഷ്യൻ ആയുധങ്ങൾക്കുള്ള ഡിമാൻഡ് ചില്ലറയൊന്നുമല്ല. ചിലപ്പോഴൊക്കെ റഷ്യൻ ആയുധങ്ങൾക്ക് വിമർശനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടും അത്തരമൊരു ചർച്ച നടന്നിരുന്നു. ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ Su-57 നൽകാമെന്നായിരുന്നു റഷ്യയുടെ വാഗ്ദാനം. ഇന്ത്യക്ക് യുദ്ധവിമാനം നൽകാമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാനുള്ള നിക്ഷേപവും നടത്താമെന്നും ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് സാങ്കേതിക സഹായങ്ങളും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വ്യോമസേനയ്ക്കായി വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായി വരുന്ന സമയത്താണ് ഈ ഓഫർ റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാന ഭീഷണി മറികടക്കാൻ ഇന്ത്യക്കും കൈവശം സമാന സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം ആവശ്യമുണ്ട്. ഇതറിഞ്ഞാണ് റഷ്യയുടെ ഓഫർ. 2010 മുതൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിനായി കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ ഡിസൈൻ, സാങ്കേതിക വിദ്യ കൈമാറ്റം, പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിലെ ഭിന്നതകൾ കാരണം ഇന്ത്യ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഈ പദ്ധതിയുമായി റഷ്യ മുന്നോട്ടു പോവുകയും അവസാനം Su-57 യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പദ്ധതിയിൽ പിന്നീട് പങ്കാളിയാകാനുള്ള അവസരം നിലനിർത്തിയാണ് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ അതേ പദ്ധതിയിലേക്കാണ് ഇന്ത്യയെ റഷ്യ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. കാരണം അത്തരമൊരു വാർത്ത വന്നതിന് പിന്നാലെ ഈ ആയുധത്തെക്കുറിച്ച് വൻ വിമർശനമാണ് പ്രതിരോധ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഏൽക്കേണ്ടി വന്നത്. എന്നാൽ പുതിയ വാർത്തകൾ പ്രകാരം കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ നിർണായക സാന്നിധ്യമായ T-72 ടാങ്കുകൾക്കായി റഷ്യയിൽ നിന്നും എഞ്ചിനുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. $240 മില്യൺ കരാറാണ് റഷ്യയിൽ നിന്നും എഞ്ചിനുകൾ വാങ്ങുന്നതിനായി ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യൻ ഫെഡറേഷന്റെ റോസോബോറോനെക്സ്പോർട്ടും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും തമ്മിലാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. T-72 ടാങ്കുകൾക്കായി 1000 HP എഞ്ചിനുകൾ വാങ്ങാനാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ പുതിയ കരാർ പ്രകാരം T-72 ടാങ്കുകളുടെ എഞ്ചിന്റെ സാങ്കേതികവിദ്യ കൈമാറാനും ധാരണയുണ്ട്. തുടർന്ന് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നത്. നിലവിൽ റഷ്യയിൽ നിന്നും വാങ്ങുന്ന എഞ്ചിനുകൾ അസംബിൾ ചെയ്യുന്നതിനും തുടർന്നുള്ള ലൈസൻസ് ഉള്ള ഉൽപാദനത്തിനുമായി റോസോബോറോനെക്സ്പോർട്ടിൽ നിന്ന് ചെന്നൈയിലെ ആവിഡിയിലുള്ള ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിന് സാങ്കേതികവിദ്യ മാറുമെന്നാണ് കരാറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ടാങ്കാണ് T-72. നിലവിൽ 780 HP എഞ്ചിനാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 1000 HP എഞ്ചിനുകൾ സജ്ജമാക്കുന്നത് വഴി ടാങ്കുകൾക്ക് കൂടുതൽ കരുത്ത് പകരാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. നിലവിൽ 2400 T-72 ടാങ്കുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ളതും. നിലവിൽ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ T-72 ടാങ്കുകളാണ് ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത്. ഏത് കാലാവസ്ഥകളിലും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവയാണ് T-72 ടാങ്കുകൾ. റഷ്യയിൽ നിന്നും ലഭിക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 800ഓളം എഞ്ചിനുകൾ ചെന്നൈയിൽ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവിക്ക് കൂടുതൽ കരുത്ത് പകരുന്ന തീരുമാനമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റേത് എന്നാണ് വിലയിരുത്തൽ.